ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ഇൻ മൈ ലൈഫാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പപ്പന അവിടെ നിന്ന് അപ്പുറത്ത് എന്തോ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നേരെ പോവാട്ടാ. ഗൈസ്, നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. ഗൈസ്, ഇതാണ് ഗൈസ് പപ്പൻ്റെ ഇവിടുത്തെ പരിപാടി. ഇവൻ ഇന്ന് സ്കൂളിൽ പോയില്ല ഗൈസ്. സ്കൂളിൽ പോവാണ്ട് ഇവിടുന്ന് ചെയ്യുന്ന കാട്ടായങ്ങളാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. എന്തൊക്കെയാണ് പപ്പ ഇവിടെ നിന്നവൻ അവൻ്റെ ചെരുപ്പ് വരെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അകത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അകത്ത് വെക്കുന്നതാണ്. സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഉണങ്ങി കഴിഞ്ഞ് അകത്തെടുത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവരവിടുന്ന് കച്ചവടം ചെയ്യണം ഗൈസ്. ഇത്രയും സാധനങ്ങൾ അവനവിടെ നിന്ന് കച്ചവടം ചെയ്യാണ് ഗൈസ്. എന്തൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത് പപ്പ? എന്തൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത്? കാറ് ഈ സോഫയുടെ അടിയിലിട്ടേക്കായിരുന്നു. അപ്പം അത് പോയി തപ്പിപ്പിടിച്ചെടുത്ത്. പിന്നെ ഇവിടെ റബ്ബർ ബാൻഡൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. വലിച്ചു വാരിയിട്ടേക്കാണ് ഗൈസ്. ഇവിടെ തുണിയൊക്കെ കിടക്കുന്നുണ്ട്. അത് പഴയ തുണിയാണ്. തുടക്കാൻ വേണ്ടിയിട്ടേക്കാണ് ഗൈസ്. ഇതാണ് ഗൈസ് പപ്പൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അതായത് ഈ പായ നമ്മൾ ചുരുട്ടും. പപ്പ ഇങ്ങ് വന്നേ, ഇവിടെ അതെ ആ റൂമിൽ പോയി ഗൈസ്. ഇത് ഇങ്ങനെ ചുരുട്ടിടന്ന് കാണിച്ചു കൊടുത്തേ. അവൻ അവിടെ ഇവിടെയൊക്കെ ഉള്ള സാധനങ്ങളെ ഗൈസ് ഇങ്ങനെയാണ് അവൻ ചെയ്യുന്നത്. എൻ്റെ ബാഗാണ് ഗൈസ്. ഇത് പപ്പൻ്റെ പുതപ്പാണ്. അവന് കൈ ചപ്പുന്നൊരു കൈ സ്ട്രക്ക് ചെയ്യുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ട് പുതപ്പ് കൊണ്ടുവരാം. അവന് മാത്രമായിട്ടുള്ള പുതപ്പാണ് ഗൈസ്. അതായത് ഇച്ചിരി ഉള്ളതുകൊണ്ട് അവന് മാത്രമായിട്ടുള്ള പുതപ്പാണ് ഗൈസ്. ഇതിങ്ങനെ ചുരുട്ടിയിട്ട് ഇടിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി ഗൈസ്. കണ്ട, ഇതാണ് അവൻ്റെ മെയിൻ പരിപാടി. മതി 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 പപ്പ, എടുത്തു വയ്ക്കിനി. ഞാനവിടെ തലോണ വെച്ചിട്ട് ടി വി ഒക്കെ കാണുമ്പോൾ വെറുതെ കിടക്കുന്നതാണ് ഗൈസ്. തലോണ വെച്ചിട്ട് പപ്പ അമ്മ അടുക്കളയിലാണ് ഗൈസ്. ദേ അമ്മ വരുന്നുണ്ട് ഗൈസ്. അമ്മ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അമ്മ നേരത്തെ ഫുഡ് കഴിക്കും. ഇപ്പം ടൈം എത്രയാണ്? 6:30 ഒക്കെ ആവാൻ പോകുന്നു ഗൈസ്. 6:30 ആവാൻ പോകുന്നു. ഇത് 5 മിനിറ്റ് ഫസ്റ്റാണ് ഗൈസ്. ഫസ്റ്റാണ് ഗൈസ്. അപ്പം 6:30 ആവാൻ പോകുന്നു. അതെ, അമ്മ ഫുഡ് കഴിക്കാണ് ഗൈസ്. അമ്മ നേരത്തെ ഫുഡ് കഴിച്ചാൽ പിന്നെ കണ്ട ഗൈസ് മരങ്കേറിയാണ് ഗൈസ്. ഞാൻ പിന്നെ എന്ത് ചെയ്യും? അല്ല, അത് എൻ്റെ പഴയതല്ലേ ഗൈസ്. ഇവിടെ അപ്പയുടെ ഡ്രസ്സ് വെച്ചേക്കുവാണ്. അപ്പ എടുത്ത് സൗകര്യം പോലെ എടുത്ത് മടക്കി വെച്ചോളും. ഇത് സാധനങ്ങളൊക്കെ ഇതൊക്കെ അവൻ ഇപ്പോൾ വലിച്ചു വാരിയിട്ട സാധനങ്ങളാണ് ഗൈസ്. കണ്ടതേ കണ്ട വലിച്ചിട്ട് പപ്പ ആ കൊട്ട മൂടി വെക്ക്. കണ്ട, കേക്കില്ല അവൻ കേക്കില്ല ഗൈസ്. അതാണ് അവൻ. കണ്ട, ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കും. നമ്മളിവിടെ എടുത്ത് വെക്കും. ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. ഇത്ര നേരം ടി വി കാണുമായിരുന്നു അവൻ. പപ്പ ഓഫ് ചെയ്തതാണ് ഗൈസ്. ഞാൻ അമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ നല്ല മൂഡിലല്ലേ ഗൈസ്. ബിക്കോസ് അമ്മക്ക് വയ്യ ഗൈസ്. അവൻ ഇനിയും സാധനങ്ങൾ പപ്പ ഞാൻ വിചാരിച്ച അതെടുത്തോണ്ട് പോവാന്ന്. എന്നിട്ട് ഈ കളി കഴിഞ്ഞിട്ട് ഇയാള് എന്നെ തിരിച്ചു വെക്കണം കേട്ടാ. ഇല്ല ഗൈസ്, മോൻ തന്നെ വെക്കണം ഗൈസ്. അപ്പയുടെ പഴയ ലാപ്ടോപ്പാണ് ഗൈസ്. കേടായ പഴയ അപ്പ ജോലിക്ക് പോയിരുന്നപ്പം ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പാണ് ഗൈസ്. കേടായിപ്പോയി ഗൈസ്. ദേ പോണു ഇങ്ങോട്ട് പോണം.
ക്യാമറ കൊണ്ടുപോയി. അവൻ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട്. ഇപ്പം ഞാൻ ക്യാമറ ഷേക്കാവുന്നുണ്ട്, നല്ല രസമാണ് ഗൈസ് ഷേക്കാക്കാൻ. അപ്പം നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പം സമയം കറക്റ്റ് ഞാൻ ഇത് നോക്കിയാണ് ഗൈസ് പറയുന്നത് 6:30. 5 മിനിറ്റ് ഫാസ്റ്റ് എന്ന് പറയുമ്പം 6:30. 5 മിനിറ്റ് ഫാസ്റ്റ് എന്ന് പറയുമ്പം സ്ലോ എന്ന് പറയുമ്പം ഞാൻ വെറുതെ നോക്കിയാണ് ഗൈസ്. സ്ലോ എന്ന് പറയുമ്പം 6 മിനിറ്റ് ഗൈസ്. എനിക്കൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇത് കുറേ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. അപ്പം നമുക്ക് ആദ്യം പപ്പൻ അവിടെ എന്ത് ചെയ്യാൻ നോക്കാം ഗൈസ്. പഠിച്ച് നമ്മൾ പപ്പൻ ടി വി കാണുമ്പം ഞാനിരുന്ന് പഠിച്ചു. ഇപ്പോൾ അവൻ എൻ്റെ സ്കെച്ച് അവിടെ വയ്ക്കുക. എൻ്റെ സ്കെച്ച് ഗൈസ് നമുക്ക് സ്കെച്ച് എടുത്ത് വെച്ചിട്ട് ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ യുദ്ധത്തിന് ശേഷം കണ്ട ഇതൊക്കെ ഇവിടെ വലിച്ച് വാരിയിട്ട് പൗഡറും തട്ടിയിട്ട് ഗൈസ് നമുക്ക് ഇത് ഇന്ന് എടുത്തോണ്ട് പോകും. അത് അവൻ്റെയാണ് ഗൈസ്, ഇത് അവൻ്റെ ക്രയോണാണ്. പൗഡർ തന്നെയല്ല ഗൈസ്, ഓടിക്കോ ഗൈസ്. ഇതെൻ്റെ അതിലുണ്ടൊക്കെ വെക്കുന്ന സ്ഥലമാണ്. വീഡിയോ എടുക്കാം വാ, ഞാൻ വരുമല്ലേ. ഞാൻ ഗൈസ് എൻ്റെ സ്കെച്ച് ഇവിടെ വെക്കുന്നു. ഞാൻ കുറച്ച് വൈറ്റ് പേപ്പറൊക്കെ ഒട്ടിച്ചായിരുന്നു കേട്ടോ ഇതുമ്മ. വെറുതെ ബോറടിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ പണി. അതെ, പപ്പൻ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പം പപ്പൻ വലിച്ചു വാരിയിട്ട് ഡ്രസ്സാണ് ഗൈസ്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ തന്നെ മടക്കി വെക്കണം. ഇതൊക്കെ മര്യാദക്ക് മടക്കി ഒതുക്കി വെച്ചിരുന്ന ഡ്രസ്സാണ് ഗൈസ്. അവനിപ്പോൾ ചെയ്തിട്ടേക്കുന്ന കണ്ടം. ഈ റൂമിൻ്റെ പിന്നെ ആരും കിടക്കാറില്ല അങ്ങനെ. ഇത് ഞങ്ങൾ വെച്ചേക്കുന്നതാണ് ബെഡ്. ഇപ്പം ബെഡുമ്മ കയറിയിട്ട് ഇതിൻ്റെ സ്കൂൾ പാവാടയാണ് ഗൈസ്, 2 പാവാട. ഇത് ഞാൻ വെറുതെ ഇട്ടേക്കാണ് ഗൈസ്, ഇവിടെ ഉണങ്ങാൻ വേണ്ടി ഇട്ടതാണ്. അത് ഈ വാതിലിൻ്റെ മുകളിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ വെച്ചു. അതെ, ഇതൊക്കെ അപ്പയുടെ ഡ്രസ്സാണ്. ഇനി എനിക്കിത് ഫുള്ള് മടക്കി വെക്കണം എന്ന് ആലോചിക്കുമ്പം എന്തോ പോലെയാണ് ഗൈസ്. പിന്നെ കട്ടിൽ മേലിട്ടേക്കുന്നേ മടക്കി വെക്കണം. ഇതൊക്കെ ഞാൻ പഴയ റിമോട്ട് ഗൈസ് കടക്കൊണ്ട് നോക്കാം. പപ്പാ ദേ ഗൈസ്, എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഗൈസ്, ഞാൻ കാണിച്ചതാണ് ഗൈസ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ് ഗൈസ്. ഇതിൻ്റെ ഒരെണ്ണം കാണും. എനിക്ക് സംശയം പഴയ റിമോട്ട് ഗൈസ്. എനിക്ക് സംശയം ഇവനെ എൻ്റെ ട്യൂഷൻ ബുക്ക് എടുത്ത് വെച്ചേക്കണവൻ. എനിക്ക് സംശയം ഇവനെ തന്നെയാണ് ഗൈസ്. ഇതല്ല, അത് 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 ആ പർപ്പിൾ അത്. ഹലോ ഗൈസ്, എൻ്റെ ഈ ചെരുപ്പ് അതൊക്കെ പോട്ടെ, എൻ്റെ ഈ ചെരുപ്പ് അവൻ തന്നെയാണ് ഗൈസ്. കണ്ട ഞാൻ ഇങ്ങനെ ഇട്ട് നടക്കുന്ന അവസ്ഥയായി ഗൈസ്. പാവം എൻ്റെ ചെരുപ്പ്. ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇവനാണ് എൻ്റെ ചെരുപ്പ് എടുത്ത് നശിപ്പിച്ചത്. ഗൈസ് അമ്മാമ്മ അവിടെ നിന്ന് പേപ്പർ വായിക്കാണ് ഗൈസ്. പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. എന്റെ സൈക്കിൾ കണ്ട വലിച്ചു വാരി ഇട്ടിരിക്കുക. ഓരോ ഗൈസ് നമുക്കിത് കൊണ്ടുപോയി ടബിലിടാം ഗൈസ്. നമുക്ക് ടബിലിട്ടിട്ട് കാണാം ഗൈസ്. ഇത് ഞാൻ കുഴിയെടുത്താണ് ഗൈസ്. ഇത് ഇവിടെ ഞാൻ കുഴിയെടുത്ത് ഗൈസ്. ഇവിടെ ഞാൻ മമ്മട്ടിയും വെച്ചത് മമ്മട്ടി കളിക്കുന്നു ഗൈസ്. ഇവിടെ ഞാൻ മമ്മട്ടിയും വെച്ച് കുഴിയെടുത്ത് ഗൈസ്. ഇതേ പപ്പനെ വിളിക്കുന്ന ചെല്ല്. ഞാനിപ്പോൾ കൊണ്ടുപോയി ടബിലിട്ടിട്ട് നമുക്കൊന്ന് മുകളിൽ വരെ കയറാം ഗൈസ്. ടബിലിട്ടിട്ട് മുകളിൽ കയറാം ഗൈസ്. ഗൈസ് ഞങ്ങളുടെ സ്റ്റെപ്പമ്മേ ഇപ്പൊ താഴെ കിടന്നാണ് ഗൈസ്. ഞാൻ മോളിൽ പോണ വന്നണ്ട ആ കേരള ഗൈസ്. നമുക്കിവിടെ ഒരു ആചാരമുണ്ട്. ഫസ്റ്റ് ഗൈസ് ഇതെനിക്ക് സ്ലൈഡ് പോലെയാണ് ഗൈസ്. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് ഗൈസ് എനിക്കിത് പഠിപ്പിച്ചു തന്നത്.
ഇങ്ങനെ എഴുകും. പപ്പന് പേടിയാണ് ഗൈസ്. അടുത്തത് എൻ്റെ വിഴമാണ് ഗൈസ്. ഞാൻ എഴുകാൻ പോവുകയാണ്. അവിടെ മുകളിലൊരു ചെറുതുണ്ട്. ഞാൻ എഴുകാൻ പോകും ഗൈസ്. ഞാൻ എഴുകാൻ പോവാണ്. അമ്മ എനിക്ക് പേടിയാണ് ഗൈസ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഒരു ഭയമില്ല. കേറ് നമുക്ക് എനിക്ക് ഒന്നും കൂടെ എഴുതാൻ. ഞാനൊന്നും കൂടെ എഴുകട്ടെ. പപ്പൻ തുറന്നോ, ഞാൻ വരാം. ഞാനിട്ട് ഇവിടെ നിന്ന് കറങ്ങും ഗൈസ്. ദേ ഇങ്ങനെ സത്യമായിട്ട് മീന ഗൈസ്. ഞാനിപ്പോ മോളിൽ കയറാം ഗൈസ്. ഇത് ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് നിറച്ച് പായലായിരിക്കാണ് ഗൈസ്. പപ്പനവിടെ നിൽക്കട്ടാ. കണ്ടെത്തും ഗൈസ്. ഞാനിവിടെ ഞങ്ങളിവിടെ ബോറടിക്കുമ്പോ റാണി ദേവത കളിക്കാറുണ്ട്. സോളാർ പാനൽ. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ചുറ്റുമുള്ള വ്യൂ. ഇത് ട്രാൻസ്ഫോമർ പണിയാണ് ഗൈസ്. പണി ഏകദേശം ആയിട്ടുണ്ട്. ഇനിയും കുറെ പണിയുണ്ട് അവർക്ക്. ഇതാണ് ഞങ്ങളുടെ റോഡ് ഗൈസ്. ഇത് കണിക്കൊന്നയാണ് ഗൈസ്. ഞങ്ങളുടെ കണിക്കൊന്നയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിലാവുമ്പോൾ പൂക്കും ഗൈസ്. അതിനുശേഷം ഏപ്രിലല്ല, വിഷുവിന് ഒരു മാസം മുമ്പ്, അതായത് മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് പൂത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കും ഗൈസ്. വിഷുവിൻ്റെ അന്ന് ഞങ്ങൾക്ക് ഒരൊറ്റ കണിക്കൊന്ന ഉണ്ടാവില്ല ഗൈസ്. വിഷു കഴിയുമ്പോൾ ആർക്കും ഉണ്ടാവില്ല ഗൈസ് കണിക്കൊന്നു. ഞങ്ങളിവിടെ ഇടക്കിടക്ക് ഓടി കളിക്കാറുണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ, പക്ഷെ ഇപ്പൊ പായലാണ്ട് ഓടി കളിക്കാൻ പറ്റില്ല. ഓടി കളിക്കാറുണ്ട്. പിന്നെ റാണി ദേവത കളിക്കൂട്ടോ. ബാലവീർ, ഇതാണ് ബാലവീർ. ഞാൻ റാണി ദേവതയാണ് ഗൈസ്. ആകാശം നോക്കിയിട്ട് ഞങ്ങൾ പറയും ദേ കറുത്ത ഭാഗം ദുഷ്ടലോകം, വെളുത്ത ഭാഗം ദേവതാലോകം ഗൈസ്. അതാണ് പഴയ ട്യൂബാണ് ഗൈസ്. ഇതാണ് പപ്പന്റെ മാന്ത്രിക തണ്ട്. ഇതെന്റെ മാന്ത്രിക തണ്ടാണ്. പപ്പന്റെ ഒരു ചെറിയ മാന്ത്രിക തണ്ടാണ് ഗൈസ്. അത്ര വേണമെന്നില്ല ഗൈസ്. അത്ര വേണമെന്നില്ല ഗൈസ്. ഇപ്പൊ കളിക്കണ്ട ഗൈസ്. ഇത് കുറെ പഴയ ഫോട്ടോസ് ഒക്കെ ഗൈസ്. ബട്ട് ഫോട്ടോ ഇല്ല, എല്ലാം ദ്രവിച്ച് അങ്ങനെയൊക്കെ ആസാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ അപ്പം വരണ്ട കേട്ടോ ഗൈസ്. ഫോട്ടോ ഒക്കെ അവരെടുത്ത് മാറ്റി. ഞങ്ങളുടെ ആൾക്കാരനെ എടുത്ത് മാറ്റി ഗൈസ്. ഇത് പഴയ ജനലാണെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ജനലാണ് പഴയത് എന്നാണ് എനിക്ക് തോന്നുന്നു. മാറ്റി. മാന്ത്രിക തന്നെ വേണ്ട, അതാണ് നല്ലത്. അപ്പൊ ഗൈസ് നമുക്ക് താഴോട്ട് ഇറങ്ങാം. മാറ്റുന്നു, താഴോട്ട് ഇറങ്ങാം ഗൈസ്. ആദ്യം പപ്പനല്ല ആദ്യം ഇറങ്ങിയപ്പോ പപ്പൻ. ഫോക്കസ് കിട്ടുന്നില്ല ഗൈസ്. അന്ന് വങ്കാട് കിടന്ന് ഗൈസ്. അന്ന് പിന്നെ അച്ചാറും പിടിച്ചോണ്ട് നടന്നതാണ് ഗൈസ്. നേരെ തെന്നി നോക്കിയപ്പം അച്ചാറിന്റെ പാത്രം ദാ ഇവിടെ കമന്ന് കിടക്കുന്നു. ഇവരെവിടെയും കിടക്കുന്നു. അപ്പൊ അടുത്ത് ഞാൻ എഴുതാൻ പോവാണ് ഗൈസ്. പപ്പാ മാർക്കോ നമുക്കിനി താഴോട്ട് പോകാം. പക്ഷെ താഴോട്ടല്ല വന്നത്. ഷീറ്റാണ് നമുക്കപ്പോൾ ഒന്ന് കൈ കഴുകാം. ഇവിടെ പൈപ്പുണ്ട് ഗൈസ്. കാലൊക്കെ കഴുകിയിട്ട് നമുക്ക് അകത്തോട്ട്. പപ്പ കാല് കഴുകിയേ. പപ്പ കാല് കഴുക. ഇനി മതി. കാല് കഴുക. ഞാനാദ്യം കാല് കഴുക പപ്പ.
ഗൈസ് ഞാനൊന്നും കൂടെ മണ്ണിലിരുന്നു. അമ്മ പറഞ്ഞു പേരക്ക ഉണ്ടാ നോക്കാനും ഗൈസ്. ഇവിടെ കൊമ്പ് കൂടുതലും കെട്ടി വെച്ചാലും അങ്ങോട്ടാണ് ഗൈസ് ചാഞ്ഞ് വെക്കുന്നത്. അപ്പൊ പേരക്ക മൊത്തം അങ്ങോട്ടാണ് ഗൈസ്. പപ്പ വലിക്കില്ലേ? പപ്പൻ എന്തെങ്ങാനും പറയോ? അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. ഇല്ല പച്ചയാണുള്ളത്, ചെറിയതാണുള്ളത് ഗൈസ്. അതിന്റെ കന്നൊക്കെ അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഗൈസ് ഉള്ളത്. അപ്പൊ ഞാൻ കൈ കഴുകിയിട്ട് അകത്തോട്ട് കയറിയിട്ട് കാണാം കേട്ടോ ഗൈസ്. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അമ്മ ഇപ്പം അടുക്കളയിൽ നിന്ന് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് വയ്യാത്തയാണ്. ഞാനല്ല ഇട്ടത്, ഇവനാണ് ഇട്ടത്. അപ്പം എല്ലാം ഇവൻ തന്നെ പിറക്കി വെക്കും. കണ്ട ഗൈസ്. അയ്യോ എൻ്റെ കൈ ക്യാമറയിൽ ഗൈസ്. അവൻ TV വെച്ചു ഗൈസ്. നമുക്കിനി ഉപ്പും മുളകും കാണാം. പപ്പ എടുത്തു വെച്ചേ. കണ്ട ഗൈസ്. ഇവൻ്റെ മിസ്സിന് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. രജനി മിസ്സിന് ഞാൻ അയച്ചു കൊടുക്കും ഗൈസ്. ഭയങ്കര തർക്കുത്തരാണ് ഗൈസ്. അത് മാത്രമല്ല പപ്പൻ്റെ എൻ്റെയൊക്കെ കുഞ്ഞിൻ്റെ ഫോട്ടോസ്. അത് മാത്രമല്ല ഇവന് ഭയങ്കര തർക്കുത്തരാണ് ഗൈസ്. പറഞ്ഞാലൊന്നും അനുസരിക്കൂല. പപ്പ താഴെയാണ് അതറിൻ്റെ. ഇത് കൊണ്ടുപോയി റൂമിൽ വെച്ചേ. കണ്ട ഗൈസ്. രജനി മിസ് ഇത് കാണുന്ന രജനി മിസ്സേ. ഇവൻ പറഞ്ഞ ഒന്നും അനുസരിക്കുന്നില്ല. കണ്ട പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ല. TV വെച്ച്. അപ്പം ഇനി ഞാൻ തന്നെ ഇത് കൊണ്ടുപോയി ഇടേണ്ടി വരും. അപ്പം നമുക്ക് കൊണ്ടുപോയിടാം. എന്നിട്ട് ഇവന് ഈ കസേര ഇങ്ങോട്ട് നീക്കിയിടും. മതി, ഇത്ര മതി ഗൈസ്. കണ്ട എൻ്റെ കാല്. അവൻ എന്നിട്ട് ഫ്രാങ്ക്ലിൻ വെച്ച് ഞാൻ അപ്പനെ വിളിക്കാം. അവനെ യൂട്യൂബ് എടുക്കും ഗൈസ്. യൂട്യൂബ് എടുത്തിട്ട് അവൻ ഫ്രാങ്ക്ലിൻ വെക്കരുത്, വെക്കും ഗൈസ്. രജനി മിസ്സേ ഞാനിത് അപ്ലോഡ് ചെയ്യും പപ്പ. ശരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഞാൻ രജനി മിസ്സിന് അയച്ചും കൊടുക്കും. ഞാൻ പേഴ്സണലായിട്ട് ഞാൻ അയച്ചു കൊടുക്കും. എൻ്റെ കിൻഡർ ഗാർഡൻ എന്നുള്ള ഗ്രൂപ്പിലും ഞാനിടും ഗൈസ്. ഞങ്ങളുടെ ഇഷ്ട വിനോദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പുമുളകും കാണാമെന്നാണ്. എപ്പോൾ ഉപ്പുമുളകും വരുന്നോ അത് വെച്ച് തന്നെ ഞാൻ വിളിക്കും ഗൈസ്. കണ്ട പോടീന്ന് വിളിച്ചു ഗൈസ്. അതെ കണ്ട കാണുന്നതാണ്ടോ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടെ ചെയ്യുക. അപ്പം ബൈ. പപ്പ രജനി മിസ്